എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ചൂടിൻ്റെ കാഠിന്യമൊക്കെ കുറയ്ക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു 500 ഗ്രാം അളവിൽ മാമ്പഴമാണ് കേട്ടോ നമുക്കിതിലേക്ക് വേണ്ടത്. ഒരു 1/2 കിലോ അളവിൽ മാമ്പഴം ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 100 ഗ്രാം അളവിൽ ഒരു പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പുളിയുള്ള ഒരു മാങ്ങ എടുക്കരുത് കേട്ടോ. അത്യാവശ്യം ഒരു നോർമൽ പുളിയുള്ള മാങ്ങ വേണം നമ്മളിതിലേക്ക് 100 ഗ്രാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് എടുക്കാം. ഈ ഒരു മാമ്പഴത്തിൻ്റെയും അതുപോലെ തന്നെ പച്ചമാങ്ങയുടെയും തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്. ഈ ഒരു കുക്കറിലേക്ക് ഈ ഒരു പഴുത്ത മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഈ ഒരു പച്ചമാങ്ങ കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് ഞാൻ 3.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 3.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇതിൻ്റെ ഒരു ചൂട് നന്നായിട്ട് പോകണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു ചൂടൊക്കെ പോയി ഞാൻ കുക്കർ ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മാങ്ങയെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ആ മുഴുവനായിട്ടുള്ള വെള്ളത്തോടെ അരയ്ക്കാതെ ഇതുപോലെ നമ്മളൊന്ന് ആ ഒരു മാങ്ങ മാത്രം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം, ആ ഒരു വേവിച്ച വെള്ളം തന്നെ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ആ ഒരു വേവിച്ച വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരു വേവിച്ച വെള്ളം ഒരു അരഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് തന്നെ ഇത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചൊന്ന് അരിച്ചിട്ടും കൂടെ എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളൊരു വേവിച്ച ഒരു വെള്ളമില്ലേ, അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് മുഴുവനായിട്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരാണ്. ആ ഒരു നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മധുരം ചേർത്ത് അടിച്ചിട്ടെടുക്കാതെ ഈ ഒരു രീതിക്ക് അടിച്ചിട്ടെടുക്കുകയാണെങ്കിൽ മധുരം ചേർത്ത് കുടിക്കേണ്ടവർക്ക് അങ്ങനെ കുടിക്കാം. അതുപോലെ മധുരം ഇല്ലാതെ കുടിക്കേണ്ടവർക്ക് ഈ ഒരു രീതിക്കും കുടിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മുഴുവനായിട്ടുള്ള ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കരുത്, അത് അലിഞ്ഞു വരാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ പഞ്ചസാര പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് മാംഗോ ഫ്രൂട്ടി നമുക്ക് റെഡിയായി കിട്ടും. കറക്റ്റ് നമ്മൾ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാംഗോ ഫ്രൂട്ടിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത്. നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്കും യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കുടിക്കാനും പറ്റും. ഇതിന് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കാം. അല്ലെങ്കിൽ അപ്പം തന്നെ കുടിക്കാനാണെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ അങ്ങ് കുടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് പഞ്ചസാര ഇടാതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല മധുരമുള്ള മാമ്പഴവും അധികം പുള്ളില്ലാത്ത പച്ചമാങ്ങയാണെങ്കിൽ നമുക്കിത് പഞ്ചസാര ഇടാതെ വേണമെങ്കിലും കുടിക്കാം കേട്ടോ. കാരണം ഒരു മാമ്പഴത്തിന്റെ ഒരു മധുരം അത്യാവശ്യം ഇതിൽ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഇട്ട് കുടിക്കേണ്ടവർക്ക് ഇതുപോലെ പഞ്ചസാരപ്പൊടി ഇട്ടും കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഹോം മെയ്ഡ് ഫ്രൂട്ടി വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.